ടർബോ എന്ന സിനിമയുടെ ട്രെയിലറിൽ നിന്ന് മനസ്സിലാവുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒരു മസാല ആക്ഷൻ പടമായിരിക്കുന്നു, ടെക്നിക്കലി രസമായിരിക്കുന്നു, മെഗാസ്റ്റാർ മമ്മൂട്ടി കൊളുത്തുന്നു. ഇത് മൂന്നും നല്ല കറക്റ്റ്ലി പാലിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ മിഥുൻ മാനുവൽ തോമസിന്റെ റൈറ്റിംഗ് കൂടെ ആയപ്പോൾ ഒരു എൻഗേജിങ് റൈഡ് ആവാണ് ടർബോ. പടത്തിന് ആദ്യത്തെ 15 മിനിറ്റ് ഒരു ലോക്കൽ പടത്തിന് കയറിയ ഫീലാണ് കിട്ടിയത്. തീരെ അങ്ങോട്ട് ഇമ്പാക്ട് കിട്ടിയില്ല. മമ്മൂട്ടിയുടെ ഇന്റർവ്യൂ ആണെങ്കിലും ആക്ഷൻ സീക്വൻസിലാണെങ്കിലും. പക്ഷെ ഭാഗ്യം മോൺസ് എന്ന സിനിമയുടെ അവസ്ഥയായില്ല. ബിക്കോസ് ഇതിലെ റൈറ്റർ മിഥുൻ മാനുവൽ തോമസ് ആണ്. മിഥുന്റെ റൈറ്റിംഗ് ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ് സിനിമയുടെ നമ്മളെ ടിൽ ദി എൻഡ് പിടിച്ചിരുത്താൻ. കണ്ടും അടുത്ത സംഭവമൊക്കെ തന്നെ ഉള്ളൂ. നല്ല രീതിയിൽ ക്ലീഷ ആൻഡ് പ്രെഡിക്റ്റബിൾ സീക്വൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നന്നായി തന്നെ ക്യാരക്ടേഴ്സിനെ എഴുതിയിട്ടുണ്ട്. സപ്പോർട്ടിംഗ് ആണെങ്കിലും മെയിൻ വില്ലന്റെ ക്യാരക്ടർ ആണെങ്കിലും. സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ കുറെ സ്മാർട്ട് മൂവ്സും ഉള്ളതുകൊണ്ടും നല്ലൊരു സ്റ്റോറി ഉള്ളതുകൊണ്ടും 2 hours 40 minutes നമ്മളെ ബോർ അടിപ്പിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് വരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഒരു മസാല ആക്ഷൻ പടം വേണം മലയാളത്തിൽ നിന്ന്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ത്രില്ല് ചെയ്യിപ്പിക്കാൻ. 4 to 5 ആക്ഷൻ സീക്വൻസ് ഉണ്ട്, കാർ ചേസ് സീക്വൻസ് ഉണ്ട്. എല്ലാം നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. വൈശാഖിന്റെ ഡയറക്ഷനെ പറ്റി പറയുകയാണെങ്കിലും ഒരു പക്ക ഓൾഡ് സ്കൂൾ ഫിൽമിംഗ് തന്നെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കാം. കഴിഞ്ഞ കുറേ സിനിമകൾ ഒരു സിഗ്നേച്ചർ സംഭവം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. പക്ഷെ അതൊക്കെ ഞാൻ കുറെ മിസ് ചെയ്തിട്ടുണ്ടായി. പോക്കിരാജൊക്കെ എൻജോയ് ചെയ്ത കാലത്തോട്ട് ചെറുതായിട്ടൊന്ന് പോകും. ഒരു നല്ല റൈറ്റർ ഉണ്ടെങ്കിൽ വൈശാഖിനെ കൊണ്ട് പറ്റും എന്ന് വീണ്ടും തെളിച്ചിരിക്കണം. അവസാനത്തെ ഏറ്റവും നല്ല വൈശാഖിന്റെ സിനിമ പുലിമുരുകൻ എന്ന് തന്നെ പറയാം. നൈറ്റ് ഡ്രൈവും വലിയ കുഴപ്പമില്ലായിരുന്നു. സിനിമാറ്റോഗ്രഫി ബൈ വിഷ്ണു ശർമ്മ. ക്യാമറയെ കൊണ്ട് പൂണ്ട് വിളയാടുമായിരുന്നു. അത്രയധികം ക്യാമറയെ കൊണ്ടുള്ള ഗിമിക്സ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അത് നല്ലൊരു ഡിഫറൻറ്റ് ആൻഡ് ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക് സിനിമയ്ക്ക് ഭയങ്കര നന്നായിരുന്നു. നല്ലൊരു മ്യൂസിക് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലും ബെറ്റർ മ്യൂസിക് ഗോപി സുന്ദർ അല്ലെങ്കിൽ സുനിൽ ശ്യാമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതിനെ എന്ന് തോന്നുക. എഡിറ്റിംഗ് വർക്ക് അത്രയും പോരായിരുന്നു. വിഷ്വൽസ് ആണെങ്കിലും ഈ ഓൾഡ് ഫിൽം മേക്കിംഗ് ആയതുകൊണ്ട് അത്രയധികം വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഇനി പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മമ്മൂട്ടി ആസ് യൂഷ്വൽ കസറി അത്രയും നന്നായിട്ട് തന്നെ ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുമുണ്ട്. നന്നായിട്ട് തന്നെ ഹാർഡ് വർക്കും എഫേർട്ടെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഒരു 45-50 ഏജുള്ള ക്യാരക്ടറാണ് ഇതിൽ മമ്മൂട്ടി പ്ലേ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹെയർ ആയതുകൊണ്ടും ആ ഒരു പ്രായം ശരിക്കുള്ള മമ്മൂട്ടിയുടെ പ്രായം നമുക്ക് ഭയങ്കരമായിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റും. എസ്പെഷ്യലി ക്ലോസ് അപ്പ് ഷോട്ട്സിൽ. ആക്ഷൻ സീക്വൻസിലാണെങ്കിലും മമ്മൂട്ടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമുക്കൊന്ന് ഫീൽ ചെയ്യും. എസ്പെഷ്യലി ബോഡി മൂവ്മെന്റ് ശ്രദ്ധിക്കുവാണെങ്കിൽ. എന്നാലും മമ്മൂട്ടി ഓവറോൾ അടിപൊളി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി രാജേഷ് ഷെട്ടിയുടെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ വില്ലനായിട്ട് നല്ല കട്ടയ്ക്ക് നല്ല മാസമായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. എനിക്ക് തോന്നണേ മമ്മൂട്ടിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ അല്ലെങ്കിൽ ഭയങ്കര ഇമ്പാക്ട് ഇതിലെ വില്ലൻ ക്യാരക്ടറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെയാണ്. അത്രയും കില്ലർ റോളായിരുന്നു. ആ സ്വാഗം സ്ക്രീൻ പ്രസൻസ് കൊണ്ട് ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു രാജ്ബി ഷെട്ടി. പാച്ചുവും അത്ഭുത വിളക്കുന്ന സിനിമയിലൂടെ ശ്രദ്ധ നേടിയ അഞ്ജന ജയപ്രകാശ് ഭയങ്കര നല്ല നാച്ചുറൽ പെർഫോമൻസ് തന്നെയായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ തീരെ റോള് പ്രതീക്ഷിച്ചല്ല, പക്ഷെ ഇതിനകത്ത് ഒരു ഫുൾ ലെങ്ത് റോള് തന്നെയായിരുന്നു. ഭയങ്കര നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബിന്ദു പണിക്കർ, നിരഞ്ജന അനൂപ്, ശബരീഷ് ഇവരെല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ ടിപ്പിക്കൽ മാസപടത്തിലും കാണുന്ന സംഭവമാണ്. ഒരു വലിയൊരു വില്ലനെ അവർ കാണിക്കും, എന്നിട്ട് ഈച്ച കെട്ടണ പോലെ നടന്മാരെ വന്ന് കൊന്നിട്ട് പോകും. പക്ഷെ ഇതിനകത്ത് വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്ന ക്യാരക്ടറിനെ വലിയൊരു കിങ് പിനായിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ടർബോ ജോസ് എന്ന ക്യാരക്ടർ വലിയൊരു സൂപ്പർ ഹീറോ പോലത്തെ ക്യാരക്ടർ ആണെങ്കിൽ പോലും ഇത്രയും വലിയ വില്ലിന്റെ മുന്നിൽ ജോസ് ചെറുതായിട്ടൊന്ന് പെടും. അത് നന്നായിട്ട് തന്നെ തോന്നി. ഇനി നെഗറ്റീവ്സ്, അത് എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. ഭയങ്കര പുതുമയുള്ള സംഭവം ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഡയലോഗ്സും ഭയങ്കര വീക്കായിട്ട് തോന്നി. ഒരു വലിയൊരു ഒരു പഞ്ച് കിട്ടിയില്ല. ഓവറോൾ മാസ് എന്റർടൈനേഴ്സ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു എന്റർടൈനർ തന്നെയാണ് ടർബോ. ലോജിക്ക് മാറ്റി വയ്ക്കുക. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ലിംഗുമാണ്.